ഒരു അൽമായന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആദരവ് എനിക്ക് ലഭിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കേരളം മുഴുവൻ ആദരിക്കുന്ന സൂസപ്പാക്യം പിതാവിനോടൊപ്പം തിരുവനന്തപുരം അതിരൂപതയുടെ പിതാക്കന്മാരോടൊപ്പം പുരോഹിത ശ്രേഷ്ഠരോടൊപ്പം ഒരു മഹനീയമായ വേദി പങ്കിടുവാൻ അവസരം ലഭിക്കുക എന്ന് പറയുന്നത് ഒരു പത്മശ്രീ കിട്ടുന്നതിന് തുല്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ സാധാരണക്കാരനായ എന്നെ അത്തരമൊരു വേദിയിലേക്ക് ക്ഷണിച്ചതിന് തിരുവനന്തപുരം അതിരൂപത പിതാക്കന്മാരോടും നേതൃത്വത്തോടും ഞാൻ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, തിരുവനന്തപുരം അതിരൂപത 2027 നവതിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2027 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 80 വർഷം പൂർത്തിയാക്കുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 80 വർഷം ഇന്ത്യ പൂർത്തിയാക്കുമ്പോൾ കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക വിഭാഗം എവിടെ നിൽക്കുന്നു, അവരെങ്ങനെ സഞ്ചരിക്കണം എന്ന് വളരെ ഹ്രസ്വമായ വാക്കിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. എന്താണ് സ്വാതന്ത്ര്യം? എന്താണ് ഒരു രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നാൽ? ഒരു രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക കാര്യങ്ങളിൽ ആ നിമിഷം മുതൽ ആ രാഷ്ട്രം യജമാനനാണ്, നാഥനാണ്, മാസ്റ്ററാണ് എന്നാണ് അർത്ഥം. അന്നു മുതൽ ആ രാജ്യത്തിന് എങ്ങനെ സഞ്ചരിക്കണം, എങ്ങോട്ട് പോകണം, എവിടെ എത്തിച്ചേരണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ പദ്ധതി ഉണ്ടാക്കി സഞ്ചരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതാണ് സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ ആ സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് ലഭ്യമാണോ? സ്വാതന്ത്ര്യം ജനങ്ങൾക്കില്ലേ? ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ, രാഷ്ട്രത്തിൻ്റെ ആഗ്രഹങ്ങൾ അത് നിറവേറ്റുന്നതിന് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരിക്കെ ആ രാജ്യത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മാർജിനലൈസ് ചെയ്യപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, അന്യവൽക്കരിക്കപ്പെട്ട, അകറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഈ ഭാഗങ്ങൾക്ക് അവരുടെ സ്വന്തം കാര്യങ്ങളിൽ അവർ എത്രത്തോളം യജമാനന്മാരാണ്, അവരുടെ സ്വന്തം കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവർക്ക് എത്രത്തോളം കഴിയുന്നു. ഒരു രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് ആ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് ലത്തീൻ കത്തോലിക്ക സമൂഹം, ഒരു സമുദായം എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടോ? അങ്ങനെ അവസ്ഥയില്ലെങ്കിൽ ഒരു രാജ്യം സ്വതന്ത്രമായിരിക്കുകയും ആ രാജ്യത്തിലെ പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് അവർ ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയും ചെയ്യുന്നില്ലെങ്കിൽ, അതിന് തടസ്സമുണ്ടെങ്കിൽ അതിന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്. അൺഫ്രീഡം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ വാക്ക് അൺഫ്രീഡം, അതായത് ഒരു സ്വതന്ത്ര രാജ്യത്ത് ജീവിക്കുകയും തങ്ങളിലുള്ള കഴിവുകൾ, കേപ്പബിലിറ്റീസ്, ആ കഴിവുകൾ നമുക്ക് സാമാന്യ ബുദ്ധിയുണ്ട്, നമുക്ക് കായിക ശേഷിയുണ്ട്, നമുക്ക് എല്ലാ തരത്തിലുള്ള വിവേചന ബുദ്ധിയുമുണ്ട് എങ്കിൽ പോലും നമ്മുടെ കേപ്പബിലിറ്റീസ് നമുക്ക് അർഹിക്കുന്ന തരത്തിൽ പ്രയോഗിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയാണ് അൺഫ്രീഡം എന്ന് പറയുന്നത്. അമർത്യ സെന്നിനെ പോലെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞർ അതിനെ നിരന്തരം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, നമ്മുടെ രാജ്യത്തെ ലത്തീൻ കത്തോലിക്ക വിഭാഗം ഈ അൺഫ്രീഡം എന്ന അവസ്ഥയിലാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരാൽ അകറ്റി നിർത്തപ്പെടുക, മറ്റുള്ളവരാൽ വിവേചനം അനുഭവിക്കുക, സ്വന്തം കഴിവുകൾ അർഹിക്കുന്ന തരത്തിൽ വികസിപ്പിക്കാൻ കഴിയാതിരിക്കുക, സാമ്പത്തിക പരാധീനത മൂലം, ഗവൺമെന്റുകളുടെ അവഗണന മൂലം, സമൂഹത്തിന്റെ അകറ്റി നിർത്തലുകൾ മൂലം, അങ്ങനെ നാനാവിധമായ തരത്തിൽ അന്യവൽക്കരിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന സമൂഹമായി ഒരു സമൂഹം മാറുന്നുണ്ടെങ്കിൽ അവർ അനുഭവിക്കുന്നത് അൺഫ്രീഡമാണ്. ആ അൺഫ്രീഡം, ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാം? ആ അൺഫ്രീഡം നമ്മെ ഏതെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് നോക്കണം. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യ 1947 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ
നാം കരുതി നമുക്കൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടായിരിക്കുന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നവർ ഇന്നും ആ സർക്കാരിന്റെ ഘടനാപരമായ പരിമിതികൾ മൂലം അവർ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഉന്നതിയിലേക്കും ഉയർച്ചയിലേക്കും പോകാൻ കഴിയുന്നില്ല എന്നുകൂടി മനസ്സിലാക്കണം. ഈ ഒരു അവസ്ഥ ഏറ്റവും നന്നായിട്ട് തിരിച്ചറിഞ്ഞത് അംബേദ്കറാണ്. അംബേദ്കർ 1948 നമ്മുടെ ഭരണഘടനാ ശില്പിയായിട്ടുള്ള അംബേദ്കർ 1948 നവംബർ മാസം 4-ാം തീയതി അദ്ദേഹം നടത്തിയ ഒരു പ്രസിദ്ധമായ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, ഇന്ത്യയിൽ ജനാധിപത്യം എന്നുള്ളത് ഈ പുറം മണ്ണിൽ മാത്രമേ ഉള്ളൂ, ടോപ്പ് സോയിൽ. ഇന്ത്യയുടെ പുറത്തുള്ള മണ്ണിൽ മാത്രമേ ഉള്ളൂ ജനാധിപത്യം. ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക് ജനാധിപത്യം അരിച്ചിറങ്ങിയിട്ടില്ല. അങ്ങനെ ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക് ജനാധിപത്യം അരിച്ചിറങ്ങിയാൽ മാത്രമേ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും തുല്യരായി പരിഗണിക്കുന്ന രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ സാഹചര്യം ഉണ്ടാകൂ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത്, ജനാധിപത്യം ഇന്ത്യയുടെ ടോപ്പ് സോയിലിൽ മാത്രമേ ഉള്ളൂ, പുറം മണ്ണിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക് ജനാധിപത്യം അരിച്ചിറങ്ങിയിട്ടില്ല. ജനാധിപത്യം തുല്യതയാണ്, തുല്യ പരിഗണനയാണ്, സാഹോദര്യമാണ്. അതിനെ ആവർത്തിച്ചു 1949. നമുക്കറിയാം, നമുക്ക് വളരെ മനോഹരമായ ഒരു ഭരണഘടന, മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവും ഒക്കെ പ്രഖ്യാപിക്കുന്ന മനോഹരമായ ഒരു ഭരണഘടന 1949 നവംബർ മാസം 26-ാം തീയതി നമ്മുടെ ഭരണഘടനാ അസംബ്ലി അംഗീകരിച്ചു. ആ ഭരണഘടനാ അസംബ്ലി ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്നതിന് തൊട്ട് മുൻപിലത്തെ ദിവസം 1949 നവംബർ മാസം 25-ാം തീയതി ഈ ഭരണഘടനയുടെ ചർച്ചകളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അംബേദ്കർ ഒരു പ്രസംഗം നടത്തി ഭരണഘടനാ അസംബ്ലി. ആ ഭരണഘടനാ അസംബ്ലി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, അതിൽ അദ്ദേഹം വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്: We are entering into an era of contradictions. We are entering into an era of contradictions. നമ്മൾ ഈ പുതിയ ഭരണഘടന ഉണ്ടാക്കി വെച്ചിട്ട് പുതിയൊരു യുഗം തുടങ്ങുന്നതിന് മുമ്പ് ആ ഭരണഘടനാ ശില്പി പറയുകയാണ്, നമ്മൾ വൈരുദ്ധ്യത്തിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഭരണഘടനാ ശില്പിയായ അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ നടത്തിയ പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, We are offering to the people political freedom. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഞങ്ങൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു. ആ രാഷ്ട്രീയ സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു, We cannot ensure social and economic freedom. രാഷ്ട്രീയ സ്വാതന്ത്ര്യം നൽകുന്നതോടൊപ്പം ഞങ്ങൾക്ക് ഈ ഭരണഘടനയിലൂടെ ജനങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും സാമൂഹ്യ സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്താൻ കഴിയുമോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു വശത്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഞങ്ങൾ നൽകുന്നതോടൊപ്പം ഞങ്ങൾക്ക് ജനങ്ങൾക്ക് സാമൂഹ്യ സ്വാതന്ത്ര്യമോ സാമ്പത്തിക സ്വാതന്ത്ര്യമോ നൽകാൻ കഴിയുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് we are entering into an era of contradiction എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്താണ് അതിന്റെ അർത്ഥം? നിങ്ങൾക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ലേഖനങ്ങൾ എഴുതാം, പാർട്ടി രൂപീകരിക്കാം, മന്ത്രിയാവാം, MLA ആവാം, എന്തുമാവാം. രാഷ്ട്രീയ സ്വാതന്ത്ര്യം അതാണ്. എന്താണ് സാമൂഹ്യ സ്വാതന്ത്ര്യം? സാമൂഹ്യ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ലത്തീൻ കത്തോലിക്കനാണെങ്കിൽ, നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ, നിങ്ങൾ ഹിന്ദുമത ആ വ്യവസ്ഥയിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ദളിതനാണെങ്കിൽ, ഏറ്റവും മുകളിൽ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന സമുദായത്തിലുള്ള ആളുകൾ, അവരെ തുല്യരായി പരിഗണിക്കണം, സാഹോദര്യത്തോടെ കാണണം. അംബേദ്കർക്ക് അറിയാമായിരുന്നു. അംബേദ്കർ ജീവിതകാലം മുഴുവൻ ഈ വർണ്ണവിവേചനം പോലെയുള്ള സമ്പ്രദായം അനുഭവിച്ചയാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, സോഷ്യൽ ഡെമോക്രസി ഉറപ്പുവരുത്താൻ കഴിയുമെന്ന് വിശ്വാസമില്ല. നമുക്കിപ്പോഴും അറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് ഈ എല്ലാ മതങ്ങളെയും, എല്ലാ ജാതിയെയും, എല്ലാ വിഭാഗങ്ങളെയും സമതുലിതയോടെ, ഫ്രറ്റേണിറ്റി, സാഹോദര്യത്തോടെ സ്വീകരിക്കുന്ന അവസ്ഥ ഇപ്പോഴുമില്ല. 1949 അംബേദ്കർ പറഞ്ഞ എത്രത്തോളം ശരിയാണ്. ഇക്കണോമിക് ഫ്രീഡം, രാജ്യത്തിന്റെ സമ്പത്ത് ജനങ്ങൾക്ക് മുഴുവൻ അർഹിക്കുന്ന തരത്തിൽ, അംഗീകരിക്കപ്പെടുന്ന തരത്തിൽ ആസ്വദിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. അതാണ് ഇക്കണോമിക് ഫ്രീഡം. അതുണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലായത് പൊളിറ്റിക്കൽ ഫ്രീഡമാണ്. ഇക്കണോമിക് ഫ്രീഡവും സോഷ്യൽ ഫ്രീഡവും ഇപ്പോഴും നമ്മൾ അകന്നു എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. നമ്മുടെ പിതാവിനോട് പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എന്തുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ സ്വാതന്ത്ര്യം കിട്ടി 80 വർഷമായിട്ടും ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ നേരിടുന്നു?
നേരിടുന്നതിന്റെ കാര്യം നമ്മുടെ ഭരണഘടന ഈ തരത്തിൽ രൂപീകരിക്കപ്പെട്ടെങ്കിലും ആ ഭരണഘടന നൽകുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാഷ്ട്രം പിന്തുടരുന്ന ഒരു പ്രത്യയശാസ്ത്രപരമായ നിലപാടുണ്ട്. ആ പ്രത്യയശാസ്ത്രപരമായ നിലപാടെന്ന് പറയുന്നതിനെ നമുക്ക് കൃത്യമായി പറഞ്ഞാൽ ലിബറലിസം എന്ന് പറയാം, ഉദാരവാദ സിദ്ധാന്തം എന്ന് പറയാം. ആ ഉദാരവാദ സിദ്ധാന്തം നമ്മൾ ആരംഭിച്ചപ്പോൾ ഗവൺമെന്റുകൾ തുടങ്ങി വെച്ചു ഒരു വെൽഫെയർ പോളിസി. ഇന്ത്യ സ്വതന്ത്രമായ കഴിഞ്ഞപ്പോൾ ഇന്ത്യ പ്രഖ്യാപിച്ച ഒരു നയം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രം ഒരു ക്ഷേമരാഷ്ട്രമാണ്. ഇറ്റ്സ് എ വെൽഫെയർ സ്റ്റേറ്റ്. ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പാവപ്പെട്ടവർക്ക്, നിസ്വർക്ക്, അധസ്ഥിതർക്ക്, ആലംബഹീനർക്ക്, ഇങ്ങനെയുള്ള മുഴുവൻ ആളുകളെയും സഹായിക്കുക, അവർക്ക് പറ്റുന്ന തരത്തിൽ സഹായം നൽകുക, സബ്സിഡി കൊടുക്കുക, പെൻഷൻ കൊടുക്കുക, സൗജന്യ വിദ്യാഭ്യാസം നൽകുക, സൗജന്യ ആരോഗ്യം നൽകുക, ഇങ്ങനെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു തുടങ്ങി നമ്മുടെ സർക്കാർ. അതിനെന്ത് സംഭവിച്ചു? 1990-കളായപ്പോഴേക്കും രാഷ്ട്രം പുതിയ ഒരു സാമ്പത്തിക രാഷ്ട്രീയ സിദ്ധാന്തം സ്വീകരിച്ചു. അത് നിയോ ലിബറലിസം എന്ന് പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ പറയും. എന്താ നിയോ ലിബറലിസം? നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ആഗോളവൽക്കരണം. ആഗോളവൽക്കരണത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക സിദ്ധാന്തം എന്താണ്? ആഗോളവൽക്കരണം പറയുന്നത് രാഷ്ട്രം എന്ന് പറയുന്ന ആ സംവിധാനം ജനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകേണ്ട, പെൻഷനുകൾ നൽകേണ്ട, സബ്സിഡികൾ നൽകേണ്ട, സൗജന്യ വിദ്യാഭ്യാസം നൽകേണ്ട, ഒന്നും നൽകേണ്ട. അവർ ഇങ്ങനെ വരുന്നവർക്ക്, സമ്പത്തുമായി വരുന്ന ആളുകൾക്ക് വ്യവസായം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്താൽ മതി. ദേ ആർ ദ ഫെസിലിറ്റേറ്റേഴ്സ്. കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നവരായാൽ മതി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യം തുടങ്ങിയപ്പോൾ ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് തുടങ്ങിയെങ്കിൽ 90-കൾക്ക് ശേഷം ഇന്ത്യ ഒരു ഫെയർവെൽ സ്റ്റേറ്റ് ആയിട്ട് മാറി. എന്താ ഫെയർവെൽ സ്റ്റേറ്റ്? എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറിപ്പോകുന്ന, ടാറ്റ പറഞ്ഞു പോകുന്ന ഒരു ഗവൺമെന്റായി ഈ നമ്മുടെ എല്ലാ ഗവൺമെന്റും, ലോകത്തൊട്ടാകെയുള്ള ഗവൺമെന്റുകൾ മാറി. നേരത്തെ തന്നെ സാമൂഹ്യവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കാൻ ഭരണകൂടങ്ങൾ പരാജയപ്പെട്ടു നിൽക്കുന്ന വേളയിലാണ് പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആഗോളവൽക്കരണത്തിലൂടെ വന്നപ്പോൾ അന്ന് തന്നെ ബുദ്ധിമുട്ടിലായിരുന്ന ജനവിഭാഗം ഇതിന്റെ ഭാഗമായി വീണ്ടും കൂടുതൽ ഡബിൾ മാർജിനലൈസേഷൻ എന്ന് നമ്മൾ പറയും, ആ അവസ്ഥയിലേക്ക് വന്നു. ഈ അവസ്ഥയിലേക്ക് നിൽക്കുന്നു നമ്മളിപ്പോൾ. അങ്ങനെ നാം നിൽക്കുമ്പോൾ ഇവിടെ പിതാവ് സൂചിപ്പിച്ചതുപോലെ നമ്മൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ടോ? നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗം ഏതാണ്ട് 2% ആവുള്ളൂ. നമുക്ക് മുന്നോട്ട് പോകുവാൻ ചില വഴികളുണ്ട്, ചില മാതൃകകളുണ്ട്. നമുക്കറിയാം, ഇന്ന് അമേരിക്കൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് യഹൂദ വിഭാഗമാണ്, ജ്യൂസ് ആണ്. അവർ അമേരിക്കൻ ജനസംഖ്യയുടെ 2.5% മാത്രം. 2.5% മാത്രമുള്ള യഹൂദ വിഭാഗം അമേരിക്കൻ രാഷ്ട്രീയത്തെയും ഒരു പരിധി വിട്ട് ലോക രാഷ്ട്രീയത്തെ പോലും നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് വന്നത് എങ്ങനെ? ആ മാതൃക നമ്മൾ പരിശോധിക്കണം. ആ മാതൃക പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി കണ്ടെത്താൻ കഴിയുന്ന 4 കാര്യങ്ങളുണ്ട്. എങ്ങനെ ആട്ടിയോടിക്കപ്പെട്ട്, ആക്രമിക്കപ്പെട്ട്, കൊല്ലപ്പെട്ട്, അധിക്ഷേപിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു ജനവിഭാഗം അമേരിക്കൻ രാഷ്ട്രീയത്തെയും ലോക രാഷ്ട്രീയത്തെയും നിയന്ത്രിക്കുന്ന ഒരു വിഭാഗമായി നമ്മളെപ്പോലെ വെറും 2% മാത്രമുള്ള ജനവിഭാഗം എങ്ങനെ മാറി? അമേരിക്കയിലെ യഹൂദർ 4 കാര്യങ്ങൾ അവർ ശ്രദ്ധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. അവർ ശ്രദ്ധിച്ചത്, ഒന്നാമത് സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാക്കാൻ തീരുമാനിച്ച ശേഷം അവർ ഇക്കണോമിക് ക്യാപിറ്റൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇക്കണോമിക് ക്യാപിറ്റൽ അതിനുശേഷം അവർ അത് പൊളിറ്റിക്കൽ ക്യാപിറ്റലാക്കി മാറ്റുവാൻ തീരുമാനിച്ചു. ആ പൊളിറ്റിക്കൽ ക്യാപിറ്റലും സോഷ്യൽ ക്യാപിറ്റലും ഇക്കണോമിക് ക്യാപിറ്റലും പൊളിറ്റിക്കൽ ക്യാപിറ്റലും ഉണ്ടായപ്പോൾ അവർ കൾച്ചറൽ ക്യാപിറ്റലായി മാറി. സാംസ്കാരികമായ മൂലധനം, അതായത് ഒരു സമൂഹം വികസിക്കണമെങ്കിൽ അതിന് അടിത്തറയാകുന്ന, അടിസ്ഥാനപരമായി നിൽക്കുന്ന ഒരു മൂലധനം വേണം. ആ മൂലധനം എന്തൊക്കെ മൂലധനമാണ്? സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനം. എന്താ സോഷ്യൽ ക്യാപിറ്റൽ? ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ, നമ്മുടെ ഇടവകകളിൽ പലതരത്തിലുള്ള കൂട്ടായ്മകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആ കൂട്ടായ്മകൾ പലതും പ്രവർത്തിക്കുന്നുണ്ട്. ഈ കൂട്ടായ്മകൾ വളരെ ശക്തമായ അടിയുറപ്പോട് കൂടിയിട്ടുള്ള, ആത്മാർത്ഥമായിട്ടുള്ള ഈ പ്രത്യാശയുടെ മുന്നോട്ട് പോകണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ലക്ഷ്യം, ആ ലക്ഷ്യബോധത്തോടു കൂടി ഈ കൂട്ടായ്മകൾ, ഈ യഹൂദർ അങ്ങനെയാണ് ചെയ്തത്. അവരുടെ നെറ്റ്വർക്കിംഗ്, അവരുടെ കൂട്ടായ്മ, ആ സോഷ്യൽ ക്യാപിറ്റൽ, അവർ ഒരുമിച്ച് നിന്നു. നമ്മൾ നേരിടുന്നത് വളരെ വലിയ പ്രശ്നമാണ്.
അത്തരം വലിയ പ്രശ്നം തന്നെയാണ് ഇന്ന് നമ്മൾ നേരിടുന്നത് ഈ ലത്തീൻ കത്തോലിക്ക വിഭാഗം കേരളത്തിൽ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ലത്തീൻ കത്തോലിക്ക വിഭാഗം ഒന്നാകുന്ന തരത്തിലുള്ള സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാക്കണം. നമ്മൾ പലതരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ, പരസ്പരം വഴക്കുണ്ടാക്കുന്ന കൂട്ടായ്മകളല്ല. നമ്മുടെ മുന്നിൽ ലക്ഷ്യമുണ്ട്. നമ്മൾ അടിച്ചമർത്തപ്പെടുന്നവരാണ്, നമ്മൾ അന്യവൽക്കരിക്കപ്പെടുന്നവരാണ്, നമ്മൾ പാവപ്പെട്ടവരാണ്. നമുക്ക് യാതൊരു ഒരു സാധ്യതയുമില്ല നമ്മുടെ മുമ്പിൽ. എന്ത് സാധ്യത മാത്രമാണ്? കാരണം രാഷ്ട്രത്തിന് നിങ്ങൾക്ക് ഇക്കണോമിക് ഫ്രീഡവും സോഷ്യൽ ഫ്രീഡവും നൽകാൻ കഴിയുന്നില്ല. രാഷ്ട്രം ഉള്ള അവസരങ്ങളിൽ നിന്ന് തന്നെ രാഷ്ട്രം പിന്മാറി നിൽക്കുമ്പോൾ ആര് നമ്മെ സഹായിക്കും? നമ്മൾ സഹായിക്കണം എന്ന് തിരിച്ചറിഞ്ഞു യഹൂദർ. അതുപോലെ ഒരു അവസ്ഥയിലാണ് ഇന്ത്യയിൽ ലത്തീൻ കത്തോലിക്ക വിഭാഗം. നമ്മെ സഹായിക്കണം, അതിന് സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാവണം. സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തിരക്കിയെങ്ങും പോകണ്ട. നമ്മുടെ ഇടയിലുള്ള കൂട്ടായ്മകൾ അതിശക്തമായി അഗ്രസീവായി, വളരെ അഗ്രസീവായിട്ട് ആ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനം ഉണ്ടാകണം. സോഷ്യൽ ക്യാപിറ്റൽ. ഈ സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഇടയിലുള്ള സഹകരണം ഉണ്ടാകുമ്പോൾ, നമ്മുടെ ഇടയിൽ ഒരുപാട് പദ്ധതികൾ ഉയർന്നു വരും. ആ പദ്ധതികളിലൂടെ, ചെറിയ ചെറിയ പദ്ധതികളിലൂടെ, നമ്മുടെ ഉത്തരസ്യ പുണ്യവതി പറഞ്ഞ പോലെ, എനിക്കൊരു ചെറിയ വഴിയുണ്ട്, ഒരു ചെറിയ മാർഗമുണ്ട്. വളരെ വലിയ നെടുനെടുങ്കൻ പദ്ധതികളുമായി നമ്മൾ മുന്നോട്ട് പോകണ്ട. ആ ചെറിയ പദ്ധതികളിലെ കൊച്ചു പദ്ധതികളിലൂടെ അവർ വികസിപ്പിച്ചതാണ് ഈ യഹൂദ വിഭാഗത്തിന്റെ സാമ്പത്തിക സാമ്രാജ്യം അമേരിക്കയിൽ. അതിനും ഈ പറഞ്ഞതുപോലെ ഈ സോഷ്യൽ ക്യാപിറ്റലിന്റെ ബേസിൽ നിന്നുകൊണ്ടാണ് നമ്മളൊരു ഇക്കണോമിക് ക്യാപിറ്റൽ ഉണ്ടാക്കേണ്ടത്. നമ്മൾ സാമ്പത്തികമായി ശക്തിപ്പെടണം. സാമൂഹ്യമായ ശക്തിപ്പെടലിലൂടെ മാത്രമേ സമുദായം എന്നുള്ള നിലയ്ക്ക് നമുക്ക് സാമ്പത്തികമായി ശക്തിപ്പെടാൻ കഴിയൂ. അങ്ങനെ സാമ്പത്തികമായി ശക്തിപ്പെട്ടു യഹൂദ വിഭാഗം അമേരിക്കയിൽ. അങ്ങനെ സാമ്പത്തികമായും സാമൂഹ്യമായും ശക്തിപ്പെട്ടപ്പോൾ അവരിപ്പോഴെന്താണ് നേടിയിരിക്കുന്നത്? അമേരിക്കൻ രാഷ്ട്രീയത്തിൽ യഹൂദ വിഭാഗത്തെ പിണക്കിക്കൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവിനും വളരാൻ കഴിയാത്ത തരത്തിൽ അവർ സാമ്പത്തിക ശക്തിയായി, മാധ്യമ ശക്തിയായി, സാംസ്കാരിക ശക്തിയായി മാറി. 2% ജനങ്ങൾ, 2.5% ജനങ്ങൾ എങ്ങനെയായി? അവരുടെ സോഷ്യൽ ക്യാപിറ്റൽ വളരെ അഗ്രസീവായി യുദ്ധകാലാടിസ്ഥാനത്തിൽ അവർ വികസിപ്പിച്ചു. ആ യുദ്ധകാലാടിസ്ഥാനത്തിൽ വികസിപ്പിച്ച സോഷ്യൽ ക്യാപിറ്റൽ അവർ ഇക്കണോമിക് ക്യാപിറ്റലാക്കി മാറ്റി. ആ സോഷ്യൽ ക്യാപിറ്റലും ഇക്കണോമിക് ക്യാപിറ്റലും ഉണ്ടായപ്പോൾ അവർ ഒരു പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഉണ്ടാക്കി. അവർ രാഷ്ട്രീയ ശക്തിയായി മാറി. ഒരു പ്രസിഡന്റും ഒരു വൈസ് പ്രസിഡന്റും ഒരു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും യഹൂദ വിഭാഗത്തിന്റെ താല്പര്യങ്ങൾക്കെതിരായിട്ട് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കില്ല. 2.5% ജനങ്ങൾ, അവർ വോട്ടിംഗ് ശക്തിയല്ല. അങ്ങനെ ആയപ്പോൾ ഇന്ന് ഏത് മേഖലയിലും, ലോകത്തിന്റെ ഏത് മേഖലയിലും, ശാസ്ത്ര മേഖലയിലാവട്ടെ, സാമ്പത്തിക മേഖലയിലാവട്ടെ, രാഷ്ട്രീയ മേഖലയിലാവട്ടെ, എവിടെയാവട്ടെ, ഇന്നവർ ഏറ്റവും പ്രമുഖമായ മേധാവിത്വ ശക്തിയായി, ബൗദ്ധിക ശക്തിയായി മാറി യഹൂദ വിഭാഗവും ജനവിഭാഗവും. കൾച്ചറൽ ക്യാപിറ്റൽ. നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടോ? നമുക്ക് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ഉണ്ടോ? നമുക്ക് ഇക്കണോമിക് ക്യാപിറ്റൽ ഉണ്ടോ? ഈ 3 ക്യാപിറ്റലുകളും ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്കൊരു കൾച്ചറൽ ക്യാപിറ്റൽ ഉണ്ടാവൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നവരായി മാറൂ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറി നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ മാത്രമേ നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കൂ. അങ്ങനെ അംഗീകരിക്കപ്പെടുന്നവരാണ് ഈ കൾച്ചറൽ ക്യാപിറ്റലിന്റെ മേധാവികൾ. ആ കൾച്ചറൽ ക്യാപിറ്റലിന്റെ മേധാവികളായിട്ട് നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ സമൂഹം അതിശക്തമായ സമൂഹം, സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സമൂഹമായി മാറുന്നത്. അതിന് നാം തയ്യാറുണ്ടോ? ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് ഒരുപാട് ആചരണങ്ങൾ നടത്താം. നമ്മളങ്ങനെ ആചരണങ്ങൾ നടത്തി പിരിഞ്ഞു പോകുമ്പോൾ വീണ്ടും ആചരണങ്ങൾ നടത്തുമ്പോഴും നമ്മുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഗോതമ്പ് മാവ് നനച്ച് കുഴച്ച് ചട്ടിയിലിട്ട് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ചപ്പാത്തി കിട്ടും. എന്നാൽ പൂരി വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും ഈ ഗോതമ്പ് മാവ് കുഴച്ച് നിരത്തി ചട്ടിയിലിട്ട് ചുട്ടെടുക്കുമ്പോൾ പൂരി കിട്ടൂല. പൂരി കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നമ്മുടെ പ്രവർത്തന പദ്ധതി മാറ്റണം. വീണ്ടും ഒരു കാര്യം ചെയ്തുകൊണ്ട് വ്യത്യസ്തമായ ഫലം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വളരെ അഗ്രസീവായി നമ്മുടെ കാര്യങ്ങൾ മാറ്റണം. അതിന് അഗ്രസീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് മാറ്റമുണ്ടാവുക. അതല്ലെങ്കിൽ നമ്മൾ നിരന്തരം കരയുന്നവരായി, പരാതി പറയുന്നവരായി, അന്യവൽക്കരിക്കപ്പെടുന്നവരായി, അടിച്ചമർത്തപ്പെടുന്നവരായി മാറുമെന്നുള്ള കാര്യം സംശയമില്ല. ഞാൻ എന്റെ സംഭാഷണം അവസാനിപ്പിക്കാം. ഒരു ചെറിയൊരു ഗുരുവിയുടെ കാര്യം പറഞ്ഞിട്ട് എന്റെ സംഭാഷണം അവസാനിപ്പിക്കാം. ഒരു സന്യാസി, ത്രികാലജ്ഞാനിയായ സന്യാസി ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ
ഇതൊരു ത്രികാലജ്ഞാനിയാണ്, ഈ ഭാവിയും ഭൂതവും എല്ലാം അറിയുന്നയാളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പയ്യൻ ഈ സന്യാസിയുടെ ഈ കഴിവിനെ പരിശോധിക്കാനായിട്ട് ചെന്നു. ആ പരിശോധിക്കാൻ ചെന്നത് അവൻ്റെ വീട്ടിലുള്ള ഒരു ലവ് ബേർഡിനെ, ഒരു ചെറിയ കുഞ്ഞു കുരുവിയെ അവൻ്റെ കൈക്കുടന്നയ്ക്കുള്ളിൽ വെച്ചുകൊണ്ടാണ് ഈ സന്യാസിയുടെ മുമ്പിൽ ചെന്നത്. സന്യാസിയുടെ മുമ്പിൽ ചെന്ന് ചോദിച്ചു, ഗുരു, എൻ്റെ കയ്യിൽ ഒരു കുരുവിയുണ്ട്, ഈ കുരുവിക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് പറയാമോ എന്ന് ചോദിച്ചു. അവൻ്റെ മനസ്സിലിരിപ്പിതായിരുന്നു, ജീവനില്ല എന്ന് പറഞ്ഞാൽ ഈ ജീവനുള്ള കുരുവിയെ പറത്തിവിടാം, ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ്റെ തള്ളവിരലുകൊണ്ട് കുഞ്ഞു കുരുവിയുടെ കഴുത്തിൽ അമർത്തിയാൽ മതി, കുരുവി മരിച്ചിട്ട് പോകും. അപ്പോൾ ഇത് മനസ്സിലാക്കി, അവൻ്റെ മനസ്സിൽ ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ട് സന്യാസി പറഞ്ഞു, നിന്റെ ഹിതം പോലെ, നിന്റെ ഹിതം പോലെ, നീ എന്താണ് ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും കുരുവിയുടെ ഭാവി എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, നമുക്ക് നാമേ പണിവതുനാകും നരകവും അതുപോലെ. നമ്മുടെ ഭാവി നമ്മുടെ കൈക്കുടന്നയിലാണ്, നമ്മുടെ കരങ്ങളിലാണ്. അത് ആ കൂട്ടായ്മ എന്ന് പറയുന്ന ലത്തീൻ കത്തോലിക്ക സമൂഹത്തിന്റെ അതിശക്തമായ പ്രോആക്റ്റീവായിട്ടുള്ള കൂട്ടായ്മയിലൂടെ മാത്രമേ സമുദായത്തെയും സമൂഹത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. അങ്ങനെ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഭാവി ഉണ്ടാക്കാൻ കഴിയൂ. നമ്മൾ അന്തസ്സുള്ള, സാംസ്കാരികമായി ഉന്നതി പ്രാപിച്ച, സാമ്പത്തികമായി ഉന്നതി പ്രാപിച്ച, സാമൂഹ്യമായി ശക്തമായ ഒരു ഗ്രൂപ്പായിട്ട് മാറുന്നതിനുള്ള തീരുമാനമെടുത്തുകൊണ്ട് വേണം ഈ ജൂബിലി സമാപനവുമായി നമ്മൾ മുന്നോട്ട് പോകാനെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.